നമുക്കൊരു പാൻ ചൂടായതിനു ശേഷം ആസ്പാരഗസ് എടുക്കുക. ഞാൻ ഒലിവ് ഓയിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ആസ്പാരഗസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബോയിലിംഗ് വാട്ടറിലേക്ക് ഒരു 1 മിനിറ്റ് ഇട്ടതിന് ശേഷം ഇത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ആഡ് സോൾട്ട് ആൻഡ് പെപ്പർ ഫോർ ടേസ്റ്റ്. വൺസ് ഇറ്റ്സ് ഡൺ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുക. ആൻഡ് യൂസ് ദ സെയിം പാൻ ഫോർ ദ റെസ്റ്റ് ഓഫ് ദ അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ട് അത് തന്നെ ഉപയോഗിക്കാം. ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന അനിയൻ, ടൊമാറ്റോ, ദെൻ ഗ്രീൻ ചില്ലി ഉണ്ട്. ഇത് റെഡി ടു ഈറ്റ് ചിക്കൻ സോസേജ് ആണ്. നമുക്കൊന്ന് ആഡ് ലെഫ്റ്റ് ഓവർ ചിക്കൻ്റെ 2-3 പീസും കൂടെ എടുത്ത് കട്ട് ചെയ്ത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് ഓവർ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ആഡ് എന്തെങ്കിലും കറി, എന്തെങ്കിലും തോരനൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് നല്ലത്. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം ആഡ് ചെയ്യുക പാനിലേക്ക്. ഒരുമിച്ചിടാം. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. സോട്ട് ചെയ്യുന്നത് ഒരു 1-1.5 മിനിറ്റ് മാക്സിമം മതി. ഇതിൻ്റെ കൂടെ കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുക. ഒരുപാട് ഇടണ്ട, കാരണം സോസേജിൽ അത്യാവശ്യം ഉപ്പുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഒരു നുള്ള് ഉപ്പ് ഇപ്പോൾ ചേർത്താൽ മതി റിമൈനിങ് വെജിറ്റബിൾസിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഞാനിവിടെ എടുത്തിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു ലെഫ്റ്റ് ഓവർ ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമ്മിൽ ഇടുക. ഇത് ഒരുപാട് തീയിൽ ഇത് ഉണ്ടാക്കേണ്ട കാര്യമില്ല. പിന്നെ ചിക്കനും സോസേജും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ചിക്കൻ സോസേജ് ആണ് ആക്ച്വലി. ഏത് സോസേജ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ആഡ് ചെയ്യുക. ഒരു 2 മിനിറ്റ് മാക്സിമം ഇതിൽ വെച്ചാൽ മതി. ബിക്കോസ് ഓൾറെഡി ഇറ്റ്സ് റെഡി ടു ഈറ്റ് ആയിട്ടുള്ള സോസേജ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് വെക്കുക. യൂഷ്വലി ഞാൻ 2 മിനിറ്റ് മാക്സിമം വെക്കാറുള്ളൂ. അതിന് ശേഷം മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അത് പൊട്ടിപ്പോയാലൊന്നും കുഴപ്പമില്ല. എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ ഇടുക. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള 2 എഗ്ഗാണ്. ഇഫ് യു വാണ്ട് 3 യു ക്യാൻ യൂസ്. അങ്ങനെ ഇതിൻ്റെ മേലേക്ക് വേണമെങ്കിൽ പെപ്പർ ഇടാം, സോൾട്ട് ഇടാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സോൾട്ടിൻ്റെ ആവശ്യമില്ല, കാരണം സോസേജിൽ നല്ലപോലെ സോൾട്ട് ഉണ്ട്. ഒരു തവണ എനിക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയതാണ്. ഞാൻ സോൾട്ട് ഇട്ടിട്ട് കൂടുതലായി പോയായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ മേലിലേക്ക് ഞാൻ ചീസ് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടി ബട്ടർ അതിൻ്റെ മേലിലേക്ക്. ഞാൻ ചീസ് കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. എന്തൊരു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാം. ഇനി അഗൈൻ ഒന്ന് ലിഡ് ക്ലോസ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ്സ് വെക്കുക, അല്ലെങ്കിൽ 3 മിനിറ്റ്സ്. അത് കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. ആ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരാനായിട്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ then your breakfast is ready to serve. And yeah, ഒരു പ്ലേറ്റിലോട്ട് മാറ്റുക. കുറച്ച് തിന്നായിട്ടുള്ള എന്തെങ്കിലും സ്പാച്ചില ഉണ്ടെങ്കിൽ നല്ലത്. എൻ്റെ കറക്റ്റ് ആയിട്ടുള്ള അല്ല. ഓക്കെ, സെർവ് ചെയ്യുക. Enjoy your breakfast. It's quite easy. It took I think 11 minutes maximum. അത്രയേ ഉള്ളൂ. Thank you for watching.